ഐറ്റംസ് ആണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ തിരികെ കൊണ്ടുവന്നാ മതി, നമ്മളത് റീപ്ലേസ് ചെയ്ത് തരും. അപ്പൊ വരൂ മാഡം, അവിടെ നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ളത്. ആ ഒന്ന് മാറിക്ക് ബാബു. ഇതെല്ലാം കോട്ടനാ. എന്താ എന്ത് പറ്റിയതാ മോളെന്താ കരയണേ? ഹലോ സാർ. രാജാറാം സാർ, ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ, എല്ലാം ശരിയായി നടക്കുന്നു. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. സോറി, ഐ ഡോണ്ട് തിങ്ക് സോ. ഇന്ന് ഓഫീസിൽ ശ്രീലക്ഷ്മി എന്നൊരു പെൺകുട്ടി വന്നിരുന്നു സാർ. സാറ് കോളേജിൽ വെച്ച് കൊടുത്ത ചെക്ക് തിരികെ നൽകാനാണ് സാർ വന്നത്. പക്ഷേ എന്താ ഒരു പക്ഷേ? അത് പിന്നെ സാർ, കമോൺ ടെൽ മീ. ആലോചിച്ച് ഒന്നായിട്ട് എഴുതാം. ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടി നോക്കട്ടെ, എന്നാലേ ചെക്ക് എഴുതാൻ പറ്റൂ. 25,000, 15,750, 40,000, 1000, 12,500, 2,000, 38,000 എല്ലാം കൂടെ ടെൻഷൻ അടിച്ചു കൂട്ടി ആർക്കും തെറ്റും. ആദ്യം ഇറങ്ങി ബാങ്കിൽ പോവാം. അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കി വേണം ചെക്ക് എഴുതാൻ. എന്റെ കരിക്കോത്തിയമ്മേ, ഇതെല്ലാം കൂടെ എഴുതിക്കൊണ്ട് ചെല്ലുമ്പോ ബാങ്കിൽ കാശ് കാണണേ. Okay. Okay, let's meet. Okay, let me know the details. Sandra. Good morning, sir. Good morning, sir. Sir? We need to talk. Okay, sir. Yes, Da varnu. By the way, you can mail the details later. ഇതൊന്നുകൂടി ചെക്ക് ചെയ്യണം. Yes, he's online. Okay, ഞാൻ നോക്കിക്കോളാം. Ask him to get me the details soon. Okay. അപമര്യാദയായി പെരുമാറിയിരിക്കുന്നു. ഞാൻ ചെയ്ത ആ തെറ്റിന് താങ്കളോട് ആത്മാർത്ഥതയോടെ ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞു സർ. നൗ സൈൻ. സർ, ഞാനോ? യെസ്. ഇന്ന് രാവിലെ ശ്രീലക്ഷ്മി എന്നൊരു വ്യക്തി നമ്മുടെ ഓഫീസിലേക്ക് വന്നിരുന്നു സർ. നടന്നത് എന്താണെന്ന് ഞാൻ പറയാൻ വേണമെന്നില്ല. നടന്ന എന്താണെന്ന് എനിക്കറിയാം. നോ എക്സ്ക്യൂസ് ഫോർ വാട്ട് യു ഡൺ. ഗുഡ്. അപ്പോ നമ്മളുടെ ഇടം വരെ പോവാ. വണ്ടി റെഡിയാക്ക്. രാജാറാം സർ, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് സാർ എങ്ങനെ അറിയുന്നത്? മാഡം, അദ്ദേഹം എല്ലാം അറിയും. കാരണം അദ്ദേഹമാണ് ബോസ്. ആൻഡ് റിമെമ്പർ, ബോസ് ഈസ് ഓൾവേസ് റൈറ്റ്. ഓൾവേസ്.
സ്കൂട്ടർ കൊള്ളാലോ. ശ്രീയുടെ അച്ഛനും ഒരെണ്ണം വാങ്ങണം. അല്ലെങ്കിൽ സ്കൂട്ടർ ആക്കുന്ന എന്തിനാ, ഒരു കാറ് വാങ്ങാലോ. സരോജം, നീ ഇനി ചെറിയ സ്വപ്നങ്ങളല്ല കാണേണ്ടത്, വലിയ സ്വപ്നങ്ങൾ. കണ്ണടച്ചൊരു കാർ എഴുതിക്കോ, വലിയ മുട്ടൻ കാറ്, 30,000 രൂപ. കാറ് 30,000 രൂപ. മനസ്സ് ശരീരം ഒന്ന് തണുക്കും. AC-യുടെ ഒരു സുഖവേ. അയ്യോ, അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, ലിസ്റ്റിൽ AC ചേർത്തില്ല ഇതുവരെ. വീട്ടിൽ ഒടിഞ്ഞു തൂങ്ങി വീഴാറായി കിടക്കുന്ന ഫാൻ എടുത്ത് കളഞ്ഞിട്ട് വേണം AC ഫിറ്റ് ചെയ്യാൻ. AC എല്ലാം കൂടി ചേർത്ത് രൂപ 6,50,000. ഇതിപ്പോ ആരുടെ കൊടുത്താ ഒന്ന് കാശാക്കി മാറ്റുന്നേ? മോളെ ശാരദ, എവിടേക്കാ രണ്ടുപേരും ധൃതിയില്? സരോജൻ ചേച്ചി നേരത്തെ പോകുന്നുണ്ടല്ലോ. സരോജത്തിന് ശാരദ കണ്ടോ? ആ, കണ്ടു. എനിക്കൊരു ഫ്രില്ല് വെച്ച് ബ്ലൗസ് തയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് കടയറിയാം, പറഞ്ഞു തരാന്ന് പറഞ്ഞിരുന്നതാ. ചോദിച്ചപ്പോഴേക്കും പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അമ്പ് വിട്ട പോലെ ഒരു പോക്ക്. എവിടേക്ക്? അതേതോ ബാങ്കിലേക്ക് പോയിട്ട് ചെക്ക് മാറണമെന്നോ ക്യാഷ് എടുക്കണമെന്നോ ഒക്കെ പറയണ കേട്ടു. കോളനിയിലുള്ളവരെ മൊത്തം അറിയിച്ചിട്ടാ പോയത്. പറഞ്ഞല്ലേ, പിന്നെ അത് മതി, ഇവിടെ കാശില്ലെന്ന് പറയാം. അമ്മ വേണ്ടമ്മ, എന്നെ വിശ്വസിച്ച സാർ ഈ ചെക്ക് തന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താ അത് വലിയ തെറ്റ് ചെയ്യുന്ന പോലെ ആവും. അതെ, നമ്മുടേതല്ലാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാ. തീരുമാനിച്ചിരുന്നത് നിങ്ങളാ, ഞാനല്ല. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കയ്യിലേക്ക് ദൈവം ഇട്ടുന്ന ഈ ചെക്ക് എങ്ങനെയാ നമ്മുടേതല്ലതാവുന്നത്? ഈ അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? നമുക്ക് ഈ ചെക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിങ്ങ് താ. ഇല്ല, തരാൻ ഇല്ല. തരാനല്ലേ പറഞ്ഞത്? ശ്രീലക്ഷ്മി, അമ്മ ഇത് മിണ്ടാതെ അതാദ്യം നീ മനസ്സിലാക്കുക. നിങ്ങൾ മിണ്ടിപ്പോരുത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൈവിട്ട് പോവില്ലത്രേ. ആരോടാ ഈ പറയുന്നേ? നിങ്ങളും കഷ്ടപ്പെട്ട് കുറെ പണം ഉണ്ടാക്കിയല്ലോ ആ കടയ്ക്ക് വേണ്ടി, എന്നിട്ട് അത് കൈവിട്ട് പോയില്ലേ? അതെന്താ ഓർമ്മ വരാത്തത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തറിയാം? വീട്ടിലെ കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ച് ഉരുകി ഉരുകി ജീവിതം തീരാറായി. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ കേക്കില്ല. നോക്ക്, കയ്യിൽ ചെക്കും ഉണ്ട്, ദേ അപ്പുറത്ത് ബാങ്കും ഉണ്ട്. ഈ ചെക്ക് മാറിയേ തീരും. ഇനി ഒന്നും ആലോചിക്കാനില്ല. ചെക്കിങ് ടിക്കറ്റ് എടുക്കണമല്ലോ, ഇതാവുമ്പോ ഓസിന് കാണാം. അയ്യയ്യേ, ഇതേ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. നിങ്ങളുടെ ഒന്നും വീട്ടിൽ വഴക്കുണ്ടാവാറില്ലേ? എല്ലാം കൂടി നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? സഹോദരി, ഇത് പൊതു സ്ഥലമാണ്, വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുക. കൈ താത്തിട്ടോ. താനെന്താ കൈ ചോണ്ടി പേടിപ്പിക്കുന്നോ? താൻ പോയി വേറെ പണി നോക്ക്. വിടരി. നിങ്ങളെന്താ വായും വിളിച്ചു നിൽക്കുന്നേ? വാ വീട്ടിൽ പോ. സോറി ട്ടോ, സോറി. ശരി. എല്ലാം എന്റെ വിധിയ, തലവിധി. ഞാനത് തിരുത്താൻ നോക്കിയാ സമ്മതിക്കത്തൂല. ഇതിനേക്കാൾ അങ്ങ് ചത്താ മതിയായിരുന്നു. എന്റെ ഈശ്വര, എന്തൊരു ജന്മ ഇത്, എന്തൊരു ജന്മം. ആ ചേച്ചി, ബാങ്കിൽ പോയിട്ട് ചെക്ക് മാറിയോ? ദേ കൊച്ചേ, എന്റെ വായിരിക്കുന്ന കേൾക്കാതെ മുന്നിന്ന് പോയേ. ചെക്ക് മാറാൻ പോണെന്ന് ചേച്ചിയുടെ രാവിലെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിച്ചത്. എന്റെ BP കൂട്ടിയാലേ നീയൊക്കെ അടങ്ങുള്ളല്ലേ? ഞാൻ ചെക്ക് മാറിയാലും നിന്റെ തൊള്ളയില് വെള്ളം ഇറങ്ങുള്ളൂ. സരോജം, അമ്മ വിടടി നീ ചേച്ചി. എന്തീ കാണിക്കണത്? വിട്, വിടാൻ, വിട്. ഇവർക്ക് ഭ്രാന്ത. എന്താ അമ്മ? പണ്ടേ അരപ്പാവാടി ഇട്ടോണ്ട് എന്റെ മുന്നിൽ കളിച്ചോണ്ട് നടന്ന അന്നൊരിക്കെ നീ പോയ ഓട്ടോയിൽ ഇയാളെ കയറ്റിക്കൊണ്ട് പോയില്ലേ? ആ ഓട്ടോ ചാർജിന്റെ പകുതി 24 രൂപ ഇയാൾ എന്റെ തന്നിരുന്നു കേട്ടോ. അല്ല,
അല്ല അതിരിക്കട്ടെ, 24 രൂപ അന്ന് കൊടുക്കാൻ കഴിയാത്ത താനെങ്ങനെയാ ഇതുപോലൊരു വില കൂടിയ കാർ വാങ്ങിയത്? അമ്മേ പ്ലീസ്, ഇദ്ദേഹം ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? ആ നീ തന്നെ പറ, ഇദ്ദേഹം ആരാണെന്ന് കേക്കട്ടെ. ഇദ്ദേഹമാണ് രവിചന്ദ്രവർമ്മൻ സാറ്. രവിചന്ദ്രവർമ്മനോ? അങ്ങനെ ഒരു പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ശ്രീലക്ഷ്മി പറ. അതെ സർ, ദയവ് ചെയ്തൊന്ന് വീട്ടിലേക്ക് വരണം പ്ലീസ്. ഓക്കെ. വരൂ സർ. വരൂ സാർ. Come on. What? വാ. എന്തായി കാണിക്കുന്നത്? അതിനൊക്കെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ. അങ്ങനെയല്ല സാർ, അങ്ങയുടെ മനസ്സ് വലുതായതുകൊണ്ടാ ഇങ്ങനെ പറയണത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ചെയ്ത പാപം തന്നെയാ. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായതിന്റെ കാരണം ഇവള് രാവിലെ ചെക്ക് കൊണ്ട് ബാങ്കിൽ പോയതാ. ശരിയാ, അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അത് സമ്മതിച്ചു. ഞാൻ തന്നെയാ ചെക്ക് മാറ്റിവെച്ചത്. വീട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ കയ്യില് ഒരു ചെക്ക് കിട്ടിയാ പിന്നെ തലയിൽ ഒന്നും ഉണ്ടാവില്ല. വീട് റിപ്പയർ ചെയ്യണം, പെയിന്റ് അടിക്കണം, പിന്നെ പണയം വെച്ച താലിമാല എടുക്കണം. അങ്ങനെ അങ്ങനെ അങ്ങനെ. അമ്മേ, സരോജം, ഓ ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല, നിങ്ങൾ തന്നെ പറ. സാറ് തന്ന ചെക്ക് മടക്കി തരാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കവറിൽ വെച്ചിരുന്നതാണ്. പക്ഷെ അതിനകത്തിരുന്ന ചെക്ക് സരോജം മാറ്റിയതറിയാതെ മോള് കവറും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു. അതിന് സാറ് ക്ഷമിക്കണം. വീണ്ടും തുടങ്ങി. നോക്കൂ, നിങ്ങൾ അറിയാതെ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നത്. ഇനി അതിന്റെ ആവശ്യമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് ആരായാലും ക്ഷമ ചോദിച്ചേ തീരൂ. അതിനെ ഞങ്ങൾ വന്നത്. സാൻഡ്ര, ശ്രീലക്ഷ്മി, താനിന്ന് എന്റെ ഓഫീസിലേക്ക് വന്നപ്പോ താൻ അനുഭവിച്ച അപമാനങ്ങൾക്കും സാൻഡ്ര മോശമായി പെരുമാറിയതിനും ഞാനും തന്നോട് ക്ഷമ ചോദിക്കാം. ഐ ആം സോറി. ഓക്കെ? അയ്യോ സർ, പ്ലീസ്. സാർ ഒരിക്കലും എന്നോട് സോറി പറയരുത് പ്ലീസ് സർ. ഇറ്റ്സ് ഫൈൻ. അപ്പൊ ശരി, വന്ന കാര്യം കഴിഞ്ഞു. ഞാൻ ഇറങ്ങാം. അയ്യോ സർ, സാർ ഈ ചെക്ക് തിരികെ വാങ്ങണം. വാങ്ങിയേ പറ്റൂ. ഞാനിപ്പോ ചിന്തിച്ചതേ ഉള്ളൂ നിങ്ങൾ ഈ ചെക്ക് തിരികെ കൊടുക്കുമെന്ന്. സാറിന് വേണമെങ്കിൽ ചോദിക്കുമായിരുന്നല്ലോ. വെറുതെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ സമയം കളയുന്ന എന്തിനാ? താങ്ക് യു. അപ്പൊ അത് ശരി, ഞാൻ നിന്നെ പാർട്ടിക്ക് കൊണ്ടുപോകത്തതാണ് കുറ്റം അല്ലേടി? പാർട്ടിക്ക് മാത്രല്ല, നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല, അമ്പലത്തിൽ കൊണ്ടുപോയിട്ടില്ല, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടില്ല. എന്തിന്? ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി വൃത്തിയുള്ള ഒരു ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. അല്ല പിന്നെ ഓക്കെ. അതെയോ? ഉം. ഓ, അതാണ് ഈ വീടിനിപ്പോ ഒരു അനക്കമില്ലാത്തത് അല്ലേ? ഓ, അനക്കമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ഇതൊരു സുനാമിക്ക് മുമ്പുള്ള ശാന്തതയാണോന്നാ എന്റെ സംശയം. ഒരിക്കലും അല്ല. ഇന്നു മുതൽ നമ്മുടെ വീട് വളരെ സൈലന്റ് ആയിരിക്കും. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരാശ്രമം പോലെ ഈ വീട് മുഴുവൻ ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കും. ഓം ശാന്തിയോ ശാന്തി. മനസ്സിലായി. നിന്റെ അമ്മയ്ക്കിപ്പോ ഇതുപോലെ എന്നെയും കീറിയെറിയാനുള്ള മനസ്സാ. അതാ തൊണ്ട വേദനിക്കുന്നു, അല്പം ചുക്കുകാപ്പി വേണോന്ന് പറഞ്ഞിട്ട് പോലും അവള് മൈൻഡ് ചെയ്യാത്തത്. അതിനൊരല്പം വെള്ളം ചൂടാക്കി ഉപ്പിട്ട് വായി കൊണ്ടാ പോരെ? മതി.
പക്ഷെ അടുക്കള ഭരണം നിന്റെ അമ്മയല്ലേ? നമുക്ക് അവള് ഊര് വിലക്കിയിരിക്കല്ലേ? നീ ഈ പറഞ്ഞ സുനാമിയെ ഞാനായിട്ടെടുത്ത് തലയിൽ വെക്കണോ? സാരമില്ല, ഒരു നിമിഷം അച്ഛൻ വെയിറ്റ് ചെയ്യാം. ഏ? നമുക്കൊരു സ്പെഷ്യൽ ചുക്ക് കാപ്പി തന്നെ കിട്ടുമെന്ന് നോക്കാം. നോക്കാം. വെയിറ്റ് ചെയ്യാം. ദാ പിടി. ഓ. സരോജം, നിനക്കില്ലേ കാപ്പി? നീ കുടിക്കുന്നില്ലെങ്കിൽ ഞാനും കുടിക്കുന്നില്ല. അമ്മ കുടിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. അമ്മ കുടിക്കുന്നില്ല. ഓ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചാ മതി, അല്ലെങ്കിലേ ഒഴിച്ചു കളഞ്ഞേക്ക്. കുടിച്ചോ കുടിച്ചോ. കമോൺ സാന്ദ്ര മേഡം, അത് മറ്റാരുമല്ല, മിസ്റ്റർ സുദർശൻ ആൻഡ് ഹിസ് ഫാമിലിയാണ്. ഓ മൈ ഗോഡ്, ആർ യു സീരിയസ് മിസ്റ്റർ രാജറാം? തെരുവിലുള്ളവരെയൊക്കെ എന്തിനാ VIP ലിസ്റ്റിൽ ചേർക്കുന്നത്? ദിസ് ഇസ് റെഡിക്കുലസ്. ഐ ഡോണ്ട് തിങ്ക് സോ. എന്റെ ചോദ്യത്തിന് മാഡം ഉത്തരം പറഞ്ഞില്ല. അവരെ ക്ഷണിച്ചിട്ടില്ല ഇതുവരെ. എന്താ ശരിയല്ലേ? ശരിയാണ്, ഞാനത് വിട്ടുപോയി. അത്ര VIP ആണെങ്കിലേ ഞാൻ തന്നെ നേരിട്ട് പോയി ഇൻവൈറ്റ് ചെയ്യാം. എന്താ അതുപോലെ? അതിൽ കൂടുതലായി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വേണം. സുദർശനൻ ആൻഡ് ഫാമിലിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുമ്പോ മാഡത്തിന്റെ മുഖത്ത് അല്പം ചിരി വേണമെന്ന് സാറ് പറഞ്ഞു. ദാറ്റ്സ് ഓൾ. വീണാലും അത് ദൈവത്തിന് കൊടുത്തതാണെന്ന് പറയുന്നവരും ഉണ്ട്. അതെ അതെ, പക്ഷെ നമ്മുടെ സരോജൻ ചേച്ചി അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആ ചേച്ചി എന്തിനു ദേഷ്യപ്പെട്ട് പോകുന്നേ? കുടത്തില് പാതി വെള്ളമല്ലേ നിറച്ചോളൂ. എന്റെ വീട്ടിലെ ആവശ്യത്തിന് വെള്ളമുണ്ട്. നീ കുടം നിറച്ച് കോരിക്കൊണ്ട് പോയാ മതി. അതിനു മുന്നേ നിന്റെ വായ നടച്ചു വെക്കുക കേട്ടോ. രാവിലെ ഒരുങ്ങിക്കിട്ടി ഇറങ്ങിക്കോളും. ഇടിച്ചില്ല. ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇപ്പൊ ചെക്ക് കഥയാ നാട്ടിൽ സംസാരം. അറിയാം നിങ്ങക്ക്? എന്റെ അമ്മേ, വീണ്ടും അതും പറഞ്ഞ് വഴക്കിടല്ലേ. നമ്മള് ചെക്ക് തിരികെ കൊടുത്ത് ആ അധ്യായം അടച്ചു വെച്ചതാ. ഇനിയെങ്കിലും അത് വിട്ടേക്ക് പ്ലീസ്. ഞാൻ വിടാം, എല്ലാം മറക്കുകയും ചെയ്യാം. എനിക്ക് ആരുടെ ഒരു ചെക്കും വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കൽ ഈ വീട്ടിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയാണ് നിങ്ങൾ തട്ടിയെറിഞ്ഞത്. ഇനി ഇതുപോലൊരു ഭാഗ്യം നമ്മളെ തേടി വന്ന് നമ്മുടെ വാതിൽ മുട്ടുവോ? നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞാ മതി. ഇതെന്താ മാഡം? നാളത്തെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നല്ലോ, അതിന്റെ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ആണ്. പാർട്ടിക്ക് ക്ഷണിക്കാൻ വന്നാണല്ലേ? ഇരിക്കും മാഡം. സോറി, പോയിട്ട് കുറെ ജോലിയുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാ. ആദ്യം ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ച് ഉണ്ടാവും, പിന്നീടാണ് പാർട്ടി. കൃത്യസമയത്തിന് എത്തണം. മാഡം, എന്റെ അമ്മ നല്ല ചായ ഉണ്ടാക്കും, കുടിച്ചിട്ട് പോവാം. സരോജം, ചായ എടുക്ക്. ഇപ്പൊ ഇടാം. നോ 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 താങ്ക്സ്. ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും കഴിക്കാറില്ല. എനിക്ക് കുറച്ചുകൂടെ വെള്ളം എടുക്കാനുണ്ട്. പാത്രം കഴിയാൻ വെള്ളം കുറവാ. സരോജം, നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇനി വെള്ളം എടുക്കാൻ പോവില്ല എന്ന്? അതെ, അതപ്പോ. ഇപ്പൊ പക്ഷെ തീരുമാനം തൽക്കാലം ഞാൻ മാറ്റി. എനിക്കവിടെ ചിലരുടെ മുൻപിൽ ഞെളിഞ്ഞൊന്ന് നിൽക്കണം. മാറങ്ങോട്ട്.
ഇൻവിറ്റേഷൻ കിട്ടിയ കാര്യം ഇനി നാട്ടിൽ പാട്ടാ. സുദർശൻ ചേട്ടനോട് ഷൂ ഇടാൻ പറയണം. ചേച്ചിയും ശ്രീയും ഹൈ ഹീൽഡ് ചപ്പലും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾ ആരും ഇതൊന്നും കാണാത്ത പോലെ. എന്റെ മോൾക്കറിയാം എന്തെങ്ങനെ ചെയ്യണോന്ന്. അവൾക്കുള്ള പഠിപ്പൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ, അത് മറക്കണ്ട. ആ അതൊന്നും മറക്കുന്നില്ല. പക്ഷെ പഠിപ്പും പാർട്ടിയും രണ്ടും രണ്ടാ. ചേച്ചി പോയിട്ട് ഞങ്ങള് പറഞ്ഞതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പോവും. നിങ്ങളുടെ അല്ല, അവരുടെ. എക്സ്ക്യൂസ് മീ സർ, ഇത് പൂജ. ഹായ് സർ. ഇത് അഞ്ജലി. ഹായ് അലീഷ, എന്റെ ഫ്രണ്ട്സാ. നമസ്കാരം. വെൽക്കം ടു ദ പാർട്ടി. ഹൈ, ടേക്ക് കെയർ ഓഫ് ദം. താങ്ക് യു സർ. ടേക്ക് കെയർ. വാ. ഓക്കേ രവി, carry on. ഹായ്. 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 How are you? ഗുഡ് ഈവനിങ് സർ. സരോജം, എന്നാ പിന്നെ ദാ, ഒറ്റ ഒരെണ്ണം ചോദിച്ചതിന് ഇത്രയധികം പിന്നെന്തിനാ? ഒരെണ്ണം എടുത്ത് കണ്ണി കുത്തിത്തരാനാ തോന്നുന്നത്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വാക്കുകൊണ്ട് ദിവസവും നീ എന്നെ കുത്തുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ പിന്നും കൊണ്ടായിക്കോട്ടെ, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് തന്നെ. ഓക്കെ ഫൈൻ. നീ ഏതായാലും പോയി പാർട്ടി എൻജോയ് ചെയ്യും. പിന്നെ നാളെ നീ വിശേഷങ്ങളൊക്കെ നേരിട്ട് തന്നെ പറയണം. എന്നാ ഞാൻ ഇറങ്ങുന്നു. മോളെ ഇറങ്ങാണോ? അതെ. അച്ഛാ, ഒന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? കൊള്ളാവോ? കൊള്ളാമോന്നോ? നീ ഇപ്പൊ ഒരു സുന്ദരി പാവ പോലെ ഉണ്ട്, ഗംഭീരം. അല്ല ഞാനെങ്ങനെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ, സൂപ്പർ, ക്യൂട്ട്. എന്റെ അച്ഛനാള് പൊളിയല്ലേ? മിണ്ടാതിരി അമ്മ. ഞാനും അത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചക്ക് ഞാൻ പകുതി വയറ് ഒഴിച്ചിട്ടിരിക്കുക. അത് നന്നായി. പക്ഷേ എല്ലാം കഴിക്കാൻ പറഞ്ഞു എന്ന് കരുതി അവിടെ കിട്ടുന്ന മദ്യം എങ്ങാനും എടുത്ത് കഴിച്ചാ ഞാൻ പാർട്ടി കീർത്തിയാന്നൊന്ന് നോക്കൂല. നല്ല വർത്താനം പറയും. പറഞ്ഞു കേട്ടല്ലോ? ഓ കേട്ടു കേട്ടു. ആ ഓർത്ത് വെച്ചോ. ആ പിന്നെ ഓ തുടങ്ങിയോ രണ്ടാളും? നിങ്ങളൊന്ന് വന്നേ, സമയം പോയി. സരോജം, എന്റെ ആരോഗ്യം വെച്ച് എനിക്ക് കുടിക്കാൻ പറ്റുമോ? നീ വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കണേ? ശരി ശരി, പോകാം. വാ വാ. ഓ, ഇവൾക്ക് നല്ല ബുദ്ധി തോന്നണേ, ഇവളുടെ കരിക്കോത്തി അമ്മച്ചി. ആ ദേ മനുഷ്യ, ഇനി നമ്മൾ അകത്തേക്കാ പോകുന്നത്. നല്ല ഡിസെൻട്രി ആയിട്ട് പെരുമാറണം. ഡിസെൻട്രി അല്ല സരോജം, ഡീസെന്റ്. വെറുതെ തർക്കുത്തരം പറയാതെ. ഇതാണ് തർക്കുത്തരം. ശരിയായ വാക്ക് പറഞ്ഞല്ലേ? ആ വായിങ്ങോട്ട്. നിക്ക് നിക്ക്, അവിടെ നിക്ക്. എങ്ങോട്ടായി പോകുന്നേ? രവിചന്ദ്രവർമ്മ സാർ ക്ഷണിച്ചിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നേ. ഇതേപോലൊക്കെ പറഞ്ഞോണ്ടേ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. നിങ്ങളൊന്ന് പോകാൻ നോക്കി. പോകാനോ?
ഞങ്ങളെ VIP കളാ. സംശയം ഉണ്ടെങ്കിലേ ദാ ഇത് നോക്കിയേ. മേഡം, അകത്തേക്ക് കയറാൻ പറ്റില്ല. എന്ന് പറഞ്ഞ എങ്ങനാ? അതെ, ഞങ്ങള് പറഞ്ഞത് സത്യ. എന്താ ഇവിടെ? ആ രാജാവേ. രാജാവല്ല മേഡം, രാജാറാം. ആ രാജാറാം സാറേ, ഇയാളെ ഈ ജ്യൂസ് കാണിച്ചിട്ടേ ഞങ്ങൾ VIP കളാണെന്ന് ബോധ്യം വരുന്നില്ല. ഇവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റുകളാ. അകത്തേക്ക് കയറ്റി വിടാം. ശരി സർ. സഹോദരി, ആ ബോട്ടിൽ അങ്ങ് കൊടുത്തേക്ക്. വാങ്ങി. അതെ, പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചു വെക്കണേ. വരൂ. വാ. അയ്യോ, എത്ര വലിയ ഹോട്ടലാ ഇത്. ഇതിനൊരു1000 രൂപയെങ്കിലും വാടകയാകും അല്ലേ മോളെ? ആ, ഇതിന്റെ കറണ്ട് ബില്ല് തന്നെ കുറെ ആകുമല്ലോ രാജാവേ. രാജാവല്ല, രാജാറാം. ആ രാജാറാം സാറേ, ഇവിടെ മാസം കറണ്ട് ബില്ല് എത്രയാവും അറിയാമോ? സരോജം, ഒന്നും മിണ്ടാതിരിക്കും. മേഡം വരൂ. എന്താ മിണ്ടിയാല്? പ്ലീസ് കം. സർ, നമസ്കാരം സാറേ. മിസ്റ്റർ സുദർശനൻ, ഈ രാജാനന്ദിനി സാരി സാറിന്റെ കമ്പനി പ്രോഡക്റ്റ്. അയ്യോ, അത് നിർമ്മിക്കുന്നത് വർമൻസ് ഗ്രൂപ്പും സാറ് തന്നെ. ആണോ? എന്റെ കരിക്കൊത്തി അമ്മച്ചി, കൊള്ളാലോ. സോറി സർ, ഞാൻ അറിയാതെ കൊണ്ടുവന്നതാ, ക്ഷമിക്കണം. സോറി എന്തിനാ? സാരിയുടെ ക്വാളിറ്റിയെ പറ്റി അതിന്റെ ഉടമകൾ പറയുമ്പോഴല്ല, കസ്റ്റമേഴ്സും ടെക്സ്റ്റൈൽ വ്യാപാരികളും പറയുമ്പോഴാണ് അതിന്റെ നിർമ്മാതാക്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും. സത്യം പറഞ്ഞാ നിങ്ങളിങ്ങനെ പറയുമ്പോ വലിയ സന്തോഷമുണ്ട്. തരൂ. സൂപ്പർ. അയ്യേ, ഇത് പ്ലാസ്റ്റിക്കാ. അത് ശരി. എടുത്തുകൂടി. നിങ്ങൾ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് പതുക്കില്ലേ പോവും? അത്രയോ? ഓക്കെ. മനുഷ്യ, നിങ്ങളെന്താ അവരെ നോക്കിയിരിക്കുന്നേ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഇതുവരെ? അതല്ല സരോജം, എനിക്ക് അവര് നല്ല പരിചയമുണ്ട്. അതാലോചിച്ച് അന്വേഷിക്കണെന്തിനാ? നമ്മളെ വിളിച്ചു, നമ്മൾ വന്നു, അങ്ങനെ കരുതിയാ മതി. ഏയ്, അങ്ങനെയല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ. മാഡം, മാഡം, ഈ രവിവർമ്മൻ സാറിന്റെ ഭാര്യയും മക്കളെയൊന്നും കണ്ടില്ലല്ലോ. അവരൊന്നും വന്നില്ലേ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഓ, എന്തൊരു ജാടാ, എന്തൊരു ജാടാ. അവളുടെ വിചാരേ അവളൊരു ഭൂലോക സുന്ദരിയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഒന്ന് ചോദിക്കാൻ? നീ നിന്റെ ലൈസൻസ് ഇല്ലാത്ത നാക്കും വെച്ച് ഇവിടെ ഒതുങ്ങിയിരിക്കും. ആക്ച്വലി സാർ ഇൻവൈറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ സ്ഥലവും ഇത്രയും വലിയ പാർട്ടിയും എന്റെ ലൈഫിൽ കാണാൻ കഴിയില്ലായിരുന്നു. അങ്ങനൊന്നുമില്ല. അല്ല, അന്ന് 2 രൂപയെ പറ്റി എന്തോ പറഞ്ഞല്ലോ ശ്രീലക്ഷ്മി. ആ ഓട്ടോ ഡ്രൈവർ അടുത്ത് അതൊന്ന് പറയാമോ? 2 രൂപയ്ക്ക് കട്ട പവറാണ് ബായിന്ന്. അതെന്റെ അച്ഛന്റെ സ്ഥിരം ഡയലോഗാ സർ. നിങ്ങളുടെ ഫാമിലി വളരെ മനോഹരമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അല്ല, സാറിന്റെ ഫാമിലിന്ന് ആരൊക്കെ വന്നു? ആരെയും പരിചയപ്പെടുത്തിയില്ലല്ലോ. സമയം ഒരുപാടായി, അകത്ത് ഫംഗ്ഷൻ തുടങ്ങും. നമുക്ക് മൂവ് ചെയ്യാം. മാർക്കറ്റിംഗ് രംഗത്ത് നമ്മുടെ കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ആ സ്റ്റാറ്റസ് കാത്തു സൂക്ഷിക്കാനും ഇനിയും ജനമനസ്സുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങാനും വേണ്ടിയാണ് ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു. വെയിറ്റ് പ്ലീസ്. ആക്ച്വലി നിങ്ങൾക്കുള്ള സർപ്രൈസ് അതൊന്നുമല്ല. ദാറ്റ് ഐ വിൽ ടെൽ യു നൗ. Behind every successful man,
ദാറ്റ്സ് എ വുമൺ എന്ന് പറയാറില്ല. യെസ്, അതുപോലെ തന്നെ അവർ 2 രൂപയ്ക്ക് വലിയ വില കൊടുക്കുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഈ ലോകത്ത് 2 രൂപയ്ക്ക് വേണ്ടി വരെ ചില സാധാരണ ജനങ്ങൾ വഴക്കുണ്ടാക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്നത് നാം മറക്കരുത്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ സന്തോഷമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ പുതിയ പ്രൊഡക്റ്റായ റോയൽ ബ്യൂട്ടി സോപ്പിന് ആദ്യം നിശ്ചയിച്ചിരുന്ന 10 രൂപ വിലയിൽ നിന്നും 2 രൂപ കുറച്ച് 8 രൂപ മാത്രമായി വില നിശ്ചയിച്ചിരിക്കുന്നത്. താങ്ക് യു. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സാർ. താങ്ക് യു. ഓക്കെ, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഈവനിങ്. നൗ എൻജോയ് യുവർ പാർട്ടി. ചിയേഴ്സ്. സർ, സർ 1 മിനിറ്റ് സർ. എല്ലാ പോസ്റ്ററുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും ഹോർഡിംഗ്സിലും സോപ്പിന്റെ വില 10 രൂപയെന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതാ. ഇത്ര സഡനായി നമ്മൾ തീരുമാനം മാറ്റിയാൽ ജസ്റ്റ് ചേഞ്ച് ഇറ്റ്. പുതിയ തയ്യാറാക്കൂ. സർ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമായിരുന്നു. ഇത് പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. എന്റെ തീരുമാനത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇറ്റ്സ് മൈ ഡിസിഷൻ. ഗുഡ്. വാട്ട് ദ ഹെൽ ഈസ് ദിസ് സാന്ദ്ര? നമ്മൾ 10 രൂപയെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും പെട്ടെന്ന് 8 രൂപയായി ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഷെയറിൽ ദർ വിൽ ബി മച്ച് ഡിഫറൻസ്. പ്രോഫിറ്റ് വിടൂ, നമ്മൾ മുടക്കിയ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടോ? അതാണ് ഇപ്പൊ എന്റെ ചോദ്യം. സർ, ഡോണ്ട് ബി അപ്സെറ്റ് പ്ലീസ്. ഇൻഫാക്ട് ഈ ഡിസിഷനെ പറ്റി നമ്മൾക്ക് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഹിസ് ഓൺ ഡിസിഷൻ. സാന്ദ്ര മാഡം, ദേ വാണ്ട് ക്ലാരിഫിക്കേഷൻ. അതല്ലാതെ സർ, ഐ വിൽ ടോക്ക് ടു ഹിം സർ. Sandra, they have invested crores of rupees in this company. If things are wrong, they will get their money back. നമ്മൾ വലിയ ഡേഞ്ചറിലാണ് സാന്ദ്ര. നമുക്ക് ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മാഡം? രാജാക്കന്മാർ ഡിസിഷൻ എടുക്കും, നമ്മൾ സേവകർ അതനുസരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് കം. സർ, ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്ന്. എന്നാൽ വിശ്വസിക്കുക. സത്യത്തിൽ ശ്രീലക്ഷ്മിയിൽ നിന്നാ എനിക്ക് ഐഡിയ കിട്ടിയത്. ഒരു സാധനം തന്നെ 10 രൂപയ്ക്കും 8 രൂപയ്ക്കും ഉണ്ടെങ്കിൽ ആ 8 രൂപയുടെ ആയിരിക്കും ഞങ്ങൾ വാങ്ങുന്നത്. സാധാരണക്കാർക്ക് 2 രൂപ സേവ് ചെയ്യാൻ കഴിയുന്നത് വലിയ കാര്യം സർ. അതുകൊണ്ട് ഈ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ തീർച്ചയായിട്ടും നല്ല പോപ്പുലാരിറ്റി ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഗുഡ്. വിശ്വാസം വളരെ പ്രാധാന്യമുള്ളതാണ്. ശ്രീലക്ഷ്മി, എനിക്ക് ഐ ലവ് യു എന്നുള്ള പ്രയോഗത്തെക്കാൾ ഇഷ്ടം ഐ ട്രസ്റ്റ് യു എന്നുള്ള പ്രയോഗത്തോടാണ്. മറ്റൊന്നുമല്ല, വിശ്വാസം എനിക്ക് പരമപ്രധാനം. വിശ്വാസം മാത്രം. ഒരു ഗുണമാണോ ഇല്ലാത്ത സാധനമാണേ. അവർ ഐസ്ക്രീം കഴിക്കുന്നു. നമ്മൾ ആഹാരം എടുക്കാൻ പോയപ്പോ ഈ ഐസ്ക്രീം കണ്ടില്ലല്ലോ. അത് വേറെ കൗണ്ടറിലായിരിക്കും. നമ്മൾ എടുക്കാൻ പോയ കൗണ്ടറിൽ റൈസ്, ചപ്പാത്തി, നാൻ, ചിക്കൻ, മട്ടൺ തുടങ്ങിയ ഐറ്റംസാ. ഓരോന്നിനും ഓരോ കൗണ്ടർ കാണും. അതല്ലേ ഇപ്പോഴത്തെ പണക്കാരുടെ ഒരു പരിഷ്കാരം. ഇവിടെ ലിമിറ്റ് ഒന്നുമില്ല. ആണോ? അത് ശരി. അങ്ങനെയാണെങ്കിലേ ഇവിടെ കവർ വല്ലതും ഉണ്ടോ? ഒരാവശ്യം ഉണ്ടായിരുന്നു. മാഡം, ഇതൊന്നും പാഴ്സൽ കൊണ്ടുപോകാൻ പറ്റില്ല. താനോടൊന്നും മിണ്ടാതിരുന്നേ. ഇതൊന്നും തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നല്ലോ. ആ കഴുത്തിലെ കുടുക്കൊക്കെ ഒന്ന് ലൂസാക്കിയിടും, അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചാവും.
ദൈവം സഹായിക്കുമെങ്കിൽ എലിയും പുലിയാവുമെന്ന്. സാറ് സഹായിച്ച ഇവരും VVIP കളാവും. അത് തന്നെ. എക്സ്ക്യൂസ് മീ. ഹലോ, പറയൂ. ഈ VVIPകളുടെ യോഗ്യത എന്താണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ആ സാന്ദ്ര, ഞങ്ങൾ ഇറങ്ങുവാണേ. അയ്യോ, നിങ്ങൾ അങ്ങനെ പോയാൽ എങ്ങനെയാ? ഈ ജോക്കറിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കണ്ടേ? പോയിട്ട് വാ. നമസ്കാരം മാഡം. എന്താ ഇത്ര ധൃതി കഴിക്കുന്നേ? ഓ, ഇനി ഇതുപോലെ അവസരം കിട്ടില്ലല്ലോ അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കഴി എന്താ എന്തു പറ്റി? മതി മതി, ഇതിനെന്തോ ഒരു അരുചിയുണ്ട്. അയ്യേ, ഒരു പ്രശ്നവും ഇല്ല. പാർട്ടിക്ക് വന്ന് ഡ്രിങ്ക്സ് കഴിച്ചാ ബാക്കി വെക്കാൻ പാടില്ല. ഇത് പാർട്ടി മാനേഴ്സ് ആണ്. മുഴുവൻ കുടിച്ച് തീർക്ക് സുദർശൻ ചേട്ടാ. അല്ലേ പൂജ? യാ യു ആർ റൈറ്റ്. അയ്യോ, ഇത് എന്താ ഇത് ഇഷ്ടപ്പെട്ടില്ലേ? സാന്ദ്ര, നിങ്ങൾ കൊടുത്ത ജ്യൂസ് ചേട്ടന് ഇഷ്ടമായില്ലെന്ന്. നിങ്ങൾ കൊടുത്ത ജ്യൂസ് ഡ്യൂപ്ലിക്കേറ്റാ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന. ലൈഫിൽ ഇതേപോലൊരു പാർട്ടി കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് കണ്ടു. അതൊരു സന്തോഷം. രണ്ടാമത്തേത്, ഞാൻ എന്നോ പറഞ്ഞ 2 രൂപയുടെ പോളിസി സാർ പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ്ങിലൂടെ നടപ്പിലാക്കിയതാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോ മൂന്നാമത്തത്? മൂന്നാമത്തേത് എന്റെ അച്ഛനെ കുറിച്ചാ സാർ. അച്ഛൻ വളരെ സിമ്പിളാ. ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തി. ആ അച്ഛന്റെ മകളായി ജനിച്ചതിലാ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത്. ശരി ചേട്ടാ, ഒരു ഗ്ലാസ് കൂടി. സാരി റെഡി. എങ്കിൽ ഞാനും റെഡി. കസ്റ്റമേഴ്സിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. സുദർശൻ സാരി ഉടുക്കും, വേണ്ടി വന്ന ഡാൻസ് കളിക്കും. 2 രൂപയുടെ പവറില്ലാതെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വേറെന്തൊക്കെയാ പറയാറുള്ളത്? കേക്കട്ടെ. അച്ഛൻ പിന്നെ പറയാറുള്ളത് സാറിന്റെ കമ്പനിയിലെ സാരികളെ കുറിച്ചാ. അത് വളരെ പോപ്പുലർ ആണെന്നാ അച്ഛൻ പറയുന്നത്. അത് ശരിയാ. ആക്ച്വലി ഹി ലവ്സ് ഹിസ് ജോബ് വെരി മച്ച്. എനിക്ക് അങ്ങനെയുള്ള ഒരു വലിയ ഇഷ്ടമാണ്. യെസ് സർ. പക്ഷെ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടമല്ല. എത്ര പറഞ്ഞാലും അച്ഛൻ അനുസരിക്കാത്തൊരു കാര്യം. അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്താ അത്? പറഞ്ഞേ കേക്കട്ടെ. കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോ സാരി ഉടുത്ത് കാണിക്കും സാർ എന്റെ അച്ഛൻ. അതെനിക്ക് തീരെ ഇഷ്ടമല്ല.